ഞാൻ വലിയ ശൈഖാണെന്ന നിലക്ക് രംഗത്ത് വന്ന് അതാ വിവരം കുറഞ്ഞ ആളുകളെ മുരീദന്മാരെന്ന പേരിൽ മെമ്പർമാരാക്കി ചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ വിമർശിച്ച് നടക്കുന്ന കുറെ ആളുകളില്ലേ, ആ ആളുകൾ വാദികളാണ്. വാദിക്കുന്നതൊന്നും അവരെ കൈവശത്തിലില്ല. അങ്ങനെ സ്വന്തത്തിൽ സ്ഥാനമില്ലാതെ ശൈഖിന്റെയോ മുരീദിന്റെയോ വസ്തുക്കളൊന്നുമില്ലാതെ ഞാൻ വലിയ ശൈഖാണെന്ന് വാദിച്ചു നടക്കുന്ന കപടന്മാർ, അവരുടെ ശർറിൽ നിന്ന് കാവല് കിട്ടാൻ ഇസ്ലാം തലയിൽ കയ്യും വെച്ച് കരയുകയാണ്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ. അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറയുകയാണ്, അൽ ഇസ്ലാമു യബ്കി വയസ്തഗീസ്. ഇസ്ലാം കരയുകയാണ്, ഇസ്ലാം കരയുകയാണ്. വയസ്തഗീസ്, ഇസ്ലാം സഹായം തേടുകയാണ്. യദുഹു ഫീ റസിഹി മിൻ ഹഉലാഇൽ ഫുജ്ജാർ. കുറ്റക്കാരും തമ്മാടികളും തോന്നിവാസികളുമായ ആളുകൾ, അവർ കാരണത്താൽ ഇസ്ലാമിന്റെ തലയിൽ ഇസ്ലാമിന്റെ കയ്യും വെച്ച് നിലവിളിച്ച് കരയുകയാണ്. ഇസ്ലാം തലയിൽ കയ്യും വെച്ച് കരയുകയാണ്. മിൻ ഹഉലാഇൽ ഫുസാഖ്, ഈ തമ്മാടികൾ, ഈ തോന്നിവാസികൾ, അവരുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാം കരയുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, മദ്യപിക്കുന്നവരുടെ കൂടെ ഒരിക്കലും കൂട്ടുചേരരുതേ. ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ ഒരിക്കലും കൂട്ടുചേരരുതേ. കഞ്ചാവ് വലിക്കുന്നവന്റെ കൂടെ നടക്കരുത്. അനാവശ്യമായി സമയം ചെലവഴിക്കുന്നവന്റെ കൂടെ നടക്കരുത്. നിങ്ങളെ ബന്ധങ്ങൾ സാലിഹീങ്ങളുമായിട്ടായിരിക്കണം, മുഅ്മിനീങ്ങളുമായിട്ടായിരിക്കണം, മുത്തഖീങ്ങളുമായിട്ടായിരിക്കണം. കുറഞ്ഞ കാലമേ നമുക്കിവിടെ ജീവിക്കാനുള്ളൂ. ആ ജീവിക്കുന്ന കാലം അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മഹാന്മാരോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നോക്കണം. നമ്മൾ ഒരിക്കലും തോന്നിവാസികളുടെ കൂടെ ജീവിക്കുന്നവരാകരുത്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരായ ആളുകൾ ആരെങ്കിലുമായോ കൂട്ടുകെട്ടിയിട്ട് അവരതാ നന്നാകാതെ ജീവിക്കുമ്പോ ബാപ്പയുടെ മനസ്സ് വേദനിക്കുകയാണ്, ഉമ്മാന്റെ മനസ്സ് വേദനിക്കുകയാണ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരു ഉമ്മ വല്ലാത്ത സങ്കടത്തോടെ വിളിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞു. അതേ, സ്വന്തം മകൻ കൂട്ടുകെട്ടി നടക്കുകയാണ്. ഒരു പണിയും എടുക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല. അങ്ങനെ അവസാനം അവന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളോടൊരു വിസ കൊടുക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം വിസ ശരിയാക്കി കൊടുത്തു. ഇപ്പോൾ വിസക്ക് പോകാമെന്ന് നേരത്തെ സമ്മതിച്ച അതേ മകൻ ഇപ്പോൾ ഞാൻ പോകൂല എന്ന് പറയുന്നു. അതുകൊണ്ട് ഉസ്താദേ, ഒന്ന് ദുആ ചെയ്ത് രക്ഷപ്പെടുത്തി തരണം. എന്നാ ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട്. ആ ഉമ്മയുടെ സങ്കടം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ മക്കളിൽ ആരും അതാ സൽ സ്വഭാവമില്ലാതെ ദുഷിച്ച വല്ല സ്വഭാവമായി പോയവർ, ഈ പറയുന്ന ഞാനടക്കം ഞങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മക്കൾക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഹിദായത്തും തൗഫീഖും നൽകണേ അല്ലാഹ്. നമ്മൾ മോശക്കാരുടെ കൂടെ കൂടരുത്, മറിച്ച് لأنهم في وجوه الأرض أقمار ماء الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقذار. ടൗണിലുള്ള അഴുക്ക് ചാലിലൂടെ, ഡ്രൈനേജിലൂടെ ഒലിച്ചു പോകുന്ന അഴുക്ക് വെള്ളം അതിങ്ങനെ ഒലിച്ച് നല്ല ശുദ്ധവെള്ളം ഒലിക്കുന്ന പുഴയിലേക്ക് ചേർന്നാൽ
ഈ അഴുക്ക് ജലവും കൂടി ശുദ്ധജലമായി മാറി, നല്ല വെള്ളമായി മാറി. ഇതുപോലെ മോശമായ സ്വഭാവമുള്ളവർ നല്ല സ്വഭാവമുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവർ നന്നാകും. അതുകൊണ്ട് എപ്പോഴും കൂട്ടുകെട്ട് നന്നാകണം. മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിൽ അത്താർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലവരോട് കൂട്ടുകൂടി ജീവിക്കുന്നവർ അത്തർ കച്ചവടക്കാരന്റെ കൂടെ ജീവിക്കുന്നവനെ പോലെയാണ്. അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയിരുന്നാല് അയാള് നമുക്ക് അത്തർ വാങ്ങാൻ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അത്തർ വാങ്ങാം. ഇനി അഥവാ അത് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഓരോരുത്തർക്ക് സാമ്പിൾ പരട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പരട്ടി കിട്ടും, അത്തർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി അത്തർ കച്ചവടക്കാരൻ കടുത്ത വഖീലായ കച്ചവടക്കാരനാ ഒരാൾക്കും പരട്ടി കൊടുക്കൂല. എന്നാലും അയാളെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വാസന ലഭിക്കും. അത് അയാൾക്കും തടഞ്ഞു വെക്കാനാവില്ല. ഇതുപോലെയാണ് നല്ലവരുടെ കൂടെ പോയി ഇരുന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നല്ലവരുടെ കൂടെ ഇരിക്കണം, നല്ലവരുടെ കൂടെ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി നല്ല കാര്യങ്ങളിൽ ദുആയിലും ദിക്റിലും ഒക്കെ ബന്ധപ്പെടുന്ന ആളുകളുടെ കൂടെ പോയി ഇരിക്കണം. ഒരിക്കലും തന്നെ ഏതെങ്കിലും ആളുകളുടെ കൂടെ പോയി പെട്ടുപോയി. പറയാണ്, ഇസ്ലാം കയ്യും തലയിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്, സഹായം തേടുകയാണ് തമ്മാടികളിൽ നിന്ന്. മിൻ ഹൗലായിൽ ഫുസാഖ്. എന്റെ ചെറുപ്പക്കാരെ, ഒരു വാട്സപ്പിലും ഒരു അന്യ പെണ്ണുമായി നിങ്ങൾ ചാറ്റ് ചെയ്യരുതേ. എന്റെ പെൺകുട്ടികളെ, നിങ്ങളൊരു അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യരുതേ. ഒരന്യ പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യരുതേ. ഒരന്യപുരുഷനും നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൈമാറരുതേ. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കാണാത്തതില്ല, അറിയാത്തതില്ല. അവന്റെ കോടതിയിലെത്താതെ രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും ചുരുങ്ങിയത് 17 പ്രാവശ്യം നമ്മളെ അത് ഓർമ്മിപ്പിക്കാനല്ലേ മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുഴുവനും പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. ആ റബ്ബിന്റെ കോടതിയിൽ കൈകടിച്ചിട്ട് കാര്യമില്ല. തോന്നിവാസികളാകരുത്, ലഹരി ഉപയോഗിക്കുന്നവരാകരുത്, കള്ള് കുടിക്കുന്നവരാകരുത്. നജസാണത്, എ ക്ലാസ് നജസാണ്. നജസല്ലല്ലോ കുടിക്കേണ്ടത്. അല്ലാഹു തആല ഹലാലാക്കി തന്ന എത്ര പാനീയങ്ങളുണ്ട്. ഒരിക്കലും നജസ് കുടിക്കുന്നവരായി പോകരുത്. നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കണം, നമുക്ക് സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിക്കണം. അതിന് വയറ് ശുദ്ധിയാക്കി വെക്കണം. അതിന്റെ പുറമേ നമ്മളതാ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, കുറ്റം പറയരുത്, നിസ്സാരപ്പെടുത്തരുത്. ഒരു സയ്യിദിനെയും നിന്ദിക്കരുത്, ഒരു മുതഅല്ലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു മോമിനെയും നിസ്സാരപ്പെടുത്തരുത്. എന്തിനധികം പറയണം, ആ മുസ്ലിമീങ്ങളെ പോലും ഇൻസൾട്ട് ആക്കരുതെന്നല്ലേ മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ ഖതല മുആഹിദൻ, നമ്മളുമായി സൗഹാർദ്ദത്തിലും കരാറിലും യജ്ഞിപ്പിലും യോജിക്കുന്ന ഒരു മുസ്ലിം അവനെ ആരെങ്കിലും ആക്രമിച്ചാൽ, അവഇന്തഖസഹു, അല്ലെങ്കിൽ അത്തരം ഒരു മുസ്ലിമിനെ വല്ലവനും ഇൻസൾട്ട് ആക്കിയാൽ, ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ അവന് സാധിക്കാത്തത് അവനെ നിർബന്ധിച്ച് ബലാത്കാരമായി ചെയ്യിപ്പിച്ചാൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ലാത്തത് അവന്റെ കൈവശത്തിൽ നമ്മൾ കൈവശപ്പെടുത്തിയാൽ, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ആ മുസ്ലിമിന് എതിരായി സംസാരിക്കുന്നവനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഇസ്ലാമിൽ ഒരു തരിമ്പും വർഗീയതയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല. ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്. അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമാണ്. ആ മതത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പൊ ആരെയും ഒരു അമുസ്ലിമിനെ പോലും നിസ്സാരപ്പെടുത്തരുത്, ഇൻസൾട്ട് ആക്കരുതെന്ന് പഠിപ്പിച്ച ദീനിന്റെ അനുയായികളാണ് നാം. ഗീബത്ത് പറയരുത്, കുറ്റം പറയരുത്, ചീത്ത പറയരുത്, ചീത്ത വിളിക്കരുത്, അനാവശ്യം സംസാരിക്കരുത്, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കരുത്.
ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഒരു മുതഅല്ലിം വന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് പേര്. നല്ല ഭംഗിയുള്ള മുതഅല്ലിമാണ്. നല്ല ഭംഗിയുള്ള കൗമാരപ്രായം ഉള്ള താടിയും മീശയും മുളക്കാത്ത മുതഅല്ലിം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മുതഅല്ലിമിനെ കയറി വരുമ്പോ കണ്ടതാ, പിന്നെ അങ്ങോട്ട് നോക്കിയിട്ടില്ല. ദർസ് നടത്തുന്ന സമയത്ത് തൂണിന്റെ അപ്പുറത്ത് നിർത്തിയിട്ട് ദർസ് നടത്തി. കാലം കുറെ കഴിഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു കുറെ ചീർപ്പുകൾ ഹദിയ കിട്ടിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു കുട്ടികൾക്കൊക്കെ ചീർപ്പ് കൊടുത്തു. മുതിർന്ന കുട്ടികൾക്കൊക്കെ ചീർപ്പ് കൊടുത്തു. മുഹമ്മദ് ഇബ്നുൽ ഹസന് ചീർപ്പ് കൊടുത്തില്ല. മറ്റുള്ള കുട്ടികൾ ചോദിച്ചു, മുഹമ്മദിന് കിട്ടിയിട്ടില്ല. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു താടി മുളക്കാത്തവന് ചീർപ്പ് എന്തിനാണ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, അദ്ദേഹത്തിന് താടി മുളച്ചിട്ട് കാലം കുറെ ആയി. അപ്പോഴാ അബൂ ഹനീഫ റളിയല്ലാഹു താടി മുളച്ച വിവരം അറിയുന്നു. ദിവസേന ക്ലാസ് പങ്കെടുക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ മുഖത്ത് വികാരത്തോടെ നോക്കല് ഹറാം. പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നോക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ദുരുദ്ദേശമില്ലാതെ കാണാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നിട്ടും സൂക്ഷ്മത കൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അത്ര സൂക്ഷ്മതയോടെ ജീവിച്ചു നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. അപ്പൊ നമ്മൾ നല്ല തഖ്വയോടുകൂടെ ജീവിക്കണം. നമ്മൾ തോന്നിവാസികളാകണം. അത് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ പറയാണ്, മിൻ ഹൗലായി അഹ്ലിൽ ബിദ്അ വൽ ഇസ്ലാം കയ്യും തലയിൽ വെച്ച് ഉറക്കെ കരയുന്നത്. മിൻ ഹൗലായി അഹ്ലിൽ ബിദ്അ വൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ പുത്തനാശയക്കാർ. ആ പുത്തനാശയക്കാർ അല്ലാഹുവിന്റെ ദീന് വെട്ടി മുറിക്കുകയാണ്, വെട്ടി നശിപ്പിക്കുകയാണ്, അതിന്റെ വിശ്വാസം തകർക്കുകയാണ്, അതിന്റെ കർമ്മങ്ങൾ തകർക്കുകയാണ്. അറിയാമല്ലോ, 4 മദ്ഹബിലുമുള്ള 20 റകഅത്ത് തറാവീഹ് അവർ 8 ആക്കി ചുരുക്കിയിട്ട് 12 റകഅത്ത് കട്ട് ചെയ്തില്ലേ? അറബിയിലുള്ള ഖുതുബ മറ്റ് ഭാഷകളിലേക്ക് മാറ്റിമറിച്ചില്ലേ? ജുമഅയുടെ 2 ബാങ്ക് 1 ക്യാൻസൽ ചെയ്തില്ലേ? 3 തലാഖ് ചൊല്ലിയാൽ 3 പോകുമെന്ന നിയമം മാറ്റിമറിച്ചില്ലേ? അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ ദീന് വെട്ടിമുറുക്കി നശിപ്പിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളാണല്ലോ പുത്തനാശയക്കാർ. അവരാണല്ലോ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ. ഒന്നിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ അവർ അമ്പിയാക്കളെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ, നബിതങ്ങളെ വിളിച്ചു തേടുന്നതിന്റെ പേരിൽ, നബിതങ്ങളെ തവസ്സുലാക്കുന്നതിന്റെ പേരിൽ, മഹാന്മാരെ ഖബറിങ്കൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്നതിന്റെ പേരിൽ അവരെ എല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുശ്രിക്കീകളാക്കി ചിത്രീകരിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ പുത്തനാശയക്കാർ. അത്തരത്തിലുള്ള പുത്തനാശയക്കാരുടെ ശർറിൽ നിന്ന് ഇസ്ലാം നിലവിളിച്ചുകൊണ്ട് കാവല് ചോദിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മിനൽ ദുൽമതി, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന് പകരം വെളിച്ചം കൊടുക്കുന്നവർ ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. ആ വെളിച്ചത്തിന് പകരം ഇരുട്ടിലേക്കാണ് പുത്തൻവാദികൾ കൊണ്ടുപോകുന്നത്, തോന്നിവാസികൾ കൊണ്ടുപോകുന്നത്. അവരിവിടെ ഉണ്ടാക്കുന്ന ഇരുട്ട്, അജ്ഞതയുടെ ഇരുട്ട്, ആ ഇരുട്ടിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇസ്ലാം കരയുകയാണ്. പിന്നെയും പറയാണ്, മിനൽ ആബിസീന സിയാബസൂരി മിനൽ മുദ്ദഈന മാ ലൈസ ഫീഹിം. പിന്നെയോ ഇസ്ലാം പൊട്ടിക്കരയുന്നത് ആർക്കെതിരെ, ആരുടെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാനാണ്? മിനൽ ആബിസീന സിയാബസൂർ. ഉള്ളിൽ കാപ്പട്യം വെച്ചിട്ട് ഞാനൊരു നല്ലവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശൈഖ് ചമയുന്ന കുറെ ആളുകളുണ്ടല്ലോ. മിനൽ മുദ്ദഈന മാ ലൈസ ഫീഹിം. അവര് ശൈഖന്മാരല്ല, മുരീദന്മാരുമല്ല, അവർക്ക് തഖ്വയുമില്ല, അവർക്ക് ശരിയായ ദീനുമില്ല. പണം പിണുങ്ങാൻ വേണ്ടി, ജനങ്ങളെ ബഹുമാനം കിട്ടാൻ വേണ്ടി ഞാൻ വലിയ ശൈഖാണെന്ന നിലക്ക് രംഗത്ത് വന്ന് അതാ വിവരം കുറഞ്ഞ ആളുകളെ മുരീദന്മാരെന്ന പേരിൽ മെമ്പർമാരാക്കി ചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ വിമർശിച്ച് നടക്കുന്ന കുറെ ആളുകളില്ലേ? ആ ആളുകൾ വാദികളാണ്. വാദിക്കുന്നതൊന്നും അവരെ കൈവശത്തിലില്ല. അങ്ങനെ സ്വന്തത്തിൽ സ്ഥാനമില്ലാത്ത
ഇല്ലാതെ, ശൈഖിന്റെയോ മുരീദിന്റെയോ വസ്തുക്കളൊന്നുമില്ലാതെ ഞാൻ വലിയ ശൈഖാണെന്ന് വാദിച്ചു നടക്കുന്ന കപടന്മാർ, അവരുടെ ഷർറിൽ നിന്ന് കാവല് കിട്ടാൻ ഇസ്ലാം തലയിൽ കയ്യും വെച്ച് കരയുകയാണ്. ഉൻദുർ ഇലാ മൻ തഖദ്ദമ വഇലാ മൻ കാന മഅകാമിറൻ നാഹിയൻ നാകിലൻ ശാരിബൻ കഅല്ലം യകൂനൂ. വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ മുന്നിലുള്ളവർ ആരാണെന്ന് നീ ഒന്ന് നോക്കണേ, നിന്റെ കൂടെയുള്ളവരെ നോക്കണേ. ആ നോക്കുന്ന സമയത്ത് നീ കൽപ്പിക്കേണ്ടത് കൽപ്പിക്കുന്നവനാകണം, വിരോധിക്കേണ്ടത് വിരോധിക്കുന്നവനാകണം. ആക്കിലൻ ശാരിബൻ, നീ കുടിക്കേണ്ടത് കുടിക്കുന്നവനാകണം, തിന്നേണ്ടത് തിന്നുന്നവനാകണം. ഇനി നിന്റെ മുമ്പിലുള്ളവൻ കുടിക്കുന്നവനോ തിന്നുന്നവനോ ആണെങ്കിലും, അതുപോലെ നിന്റെ മുന്നിലുള്ളവൻ കൽപ്പിക്കുന്നവനോ വിരോധിക്കുന്നവനോ ആണെങ്കിലും, നിന്റെ മുന്നിലുള്ളവനിലേക്ക് നീ നോക്കണേ, നിന്റെ മുൻഗാമികളെ നീ ആലോചിക്കണേ. മാ അഖ്സാ ഖൽബുക, നിന്റെ ഹൃദയം ഉറച്ചു പോയത് എന്താണ്? ഞാൻ നിന്നോട് പറയട്ടെ, അൽ കൽബു യൻസഹു സാഹിബഹു ഫീ സൈദിൻ വസർഇഹി വമാശിയതിഹി വഹിറാസതിഹി വയുബസ്ബിസു ഇൻദ റുയതിഹി. നീ ഒരു ജീവിയെ കണ്ടില്ലയോ? ആ ജീവി എന്താണ്? നായയാണ്. നായ എന്ന് പറയുന്ന ജീവി, ആ നായയെ പോറ്റുന്ന മനുഷ്യന് എപ്പോഴും ഗുണം ആഗ്രഹിക്കും. നായക്ക് ഭക്ഷണം കൊടുക്കുന്നവന്റെ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ നായ ജീവിക്കുകയുള്ളൂ. ഫീ സൈദിഹി, അതാ ആ വേട്ടയാടാൻ വേണ്ടി പറഞ്ഞയച്ച നായയാണെങ്കിൽ ഈ ഉടമസ്ഥന് അതിൽ കേടുകൂടാതെ എത്തിച്ചു കൊടുക്കണം എന്ന ധാരണയിൽ നായ പ്രവർത്തിക്കും. വസർഇഹി, ഒരു കൃഷിസ്ഥലത്ത് നായയെ നിർത്തിയാൽ ആ കൃഷിക്ക് ഒരു കേടും വരാതെ, ഒരക്രമിയെയും ഇങ്ങോട്ട് കടത്താതെ ആ കൃഷി സംരക്ഷിക്കാൻ നായ ശ്രമിക്കും. ഒരു മനുഷ്യന്റെ ആട്ടിനെ നോക്കാനാണ് നായയെ ഏൽപ്പിച്ചതെങ്കിൽ ആ ആട്ടിനെ കട്ടുകൊണ്ടുപോകാൻ ഒരു കള്ളനെയും അനുവദിക്കാതെ ആ നായ അത് സംരക്ഷിക്കാൻ നിൽക്കും. കാവൽ നിൽക്കുന്ന നായയാണെങ്കിൽ അവന്റെ സ്വത്തിന് കാവൽ നിൽക്കും, ഒരു കള്ളനെയും വിടൂല. അതിന്റെ പുറമെ ഈ ഉടമസ്ഥൻ വരുമ്പോ നായ അതിന്റെ വാലാട്ടിയിട്ട് വളരെ ആദരവോടെ സ്വീകരിക്കും, വിധേയപ്പെടും. ഇങ്ങനെയല്ലേ നായയുടെ സ്വഭാവം. എന്നാൽ ഈ നായയുടെ ഉടമസ്ഥൻ നായക്ക് വളരെ ചുരുങ്ങിയ ഭക്ഷണമേ കൊടുക്കുന്നുള്ളൂ. ഈ ചെറിയ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഇത്രയും വലിയ നന്ദി ഈ നായ കാണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല തരുന്ന ഭക്ഷണം നീ കഴിച്ച് വയറ് നിറക്കുകയല്ലേ? അവന്റെ അനുഗ്രഹം നീ ഓരോ സെക്കൻഡിലും അനുഭവിക്കുകയല്ലേ? ഓ മോനെ, നിന്റെ കിഡ്നി ആര് തന്നതാണ്? നിന്റെ ഹാർട്ട് ആര് തന്നതാണ്? നിന്റെ കരളാര് തന്നതാണ്? നിന്റെ ബ്രെയിൻ ആര് തന്നതാണ്? നിന്റെ എല്ലും പല്ലും തോലും ആര് തന്നതാണ്? നിന്റെ കാതും കയ്യും കാലും ആര് തന്നതാണ്? നിന്റെ കണ്ണും മൂക്കും നാക്കും തന്നതാരാണ്? നിനക്ക് ഓരോ സെക്കൻഡിലും രക്തം ശുചീകരിച്ചു തരുന്നവൻ ആരാണ്? രക്തം പമ്പ് ചെയ്യിപ്പിച്ചു തരുന്നവൻ ആരാണ്? നിന്റെ ശരീരത്തിൽ രക്തവും മാംസയും മജ്ജയും സൃഷ്ടിച്ചു തന്നവൻ ആരാണ്? എല്ലാം 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 തന്ന രാജാവില്ലേ? നീ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്നില്ലേ? ആ മുലപ്പാല് തന്നവൻ ആരാണ്? വയറ്റിലുള്ളപ്പോൾ നിനക്ക് ഭക്ഷണം തന്നവൻ ആരാണ്? അതിനുശേഷം ഇന്നേ വരെയുള്ള ഭക്ഷണം തന്നവൻ ആരാണ്? നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിന്ന് ജീവിക്കുന്നവനല്ലേ നീ? അതിൽ നിന്ന് വയറ് നിറക്കുന്നവനല്ലേ നീ? ലാ തുതീഹി മിൻഹാ
മത്ലൂബഹു. എന്നിട്ട് നിന്നോട് അല്ലാഹു തആല കൽപ്പിച്ച നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ, സ്വലാത്ത് ചൊല്ലാതെ, ദിക്റിൽ പങ്കെടുക്കാതെ, നിന്നോട് അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് നിന്റെ ധനത്തിൽ നിന്ന് ധർമ്മം ചെയ്യാതെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നിന്റെ ശരീരവും മനസ്സും സമ്പത്തും ആത്മാവും ഒക്കെ തളച്ചിടാതെ, ലാ തൂഫീ ഹഖഹു, കടപ്പാട് വിട്ടാതെ നീ പ്രവർത്തിക്കുന്നതെങ്ങനെ, തറുദ്ദു അംറഹു, അല്ലാഹുവിന്റെ കൽപ്പന നീ തള്ളിക്കളയുന്നതെങ്ങനെ, ലാ തഹ്ഫദു ഹുദൂദഹു, അല്ലാഹു തആല വരച്ചു തന്ന അതിരുവരമ്പുകൾ നീ സൂക്ഷിക്കാതെ ലംഘിക്കുന്നതെങ്ങനെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സാലിഹീങ്ങളെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തി തഖ്വയോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നമുക്ക് ഇൽമു തരും. അതാണ് അബ്ദുല്ലാഹി അൽ-യാഫഈ റളിയല്ലാഹു അൻഹുവിനോട് ആ മുഹമ്മദ് ബിൻ ഹാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളെ വിഷയങ്ങളൊക്കെയും അല്ലാഹു എനിക്ക് അറിയിച്ചു തരുന്നു. തഖ്വയുണ്ടായാൽ അങ്ങനെയാണ്. നല്ല തഖ്വയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.